and it's the time to know about the book in depth. So it's always better to know from the author. It's my privilege to welcome my beloved, respected Sanal Kumar sir to occupy the dais to deliver his ideas and thoughts on his work. So please. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഗുരുതുല്യരും സുഹൃത്തുക്കളും അതേപോലെ തന്നെ ശിഷ്യഗണങ്ങളും അടങ്ങുന്ന സമ്പന്നരായിട്ടുള്ള ഈ ഒരു നിമിഷത്തിൽ എന്നിൽ നിന്നുള്ള മറുപടി പ്രസംഗത്തിന് വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കാതിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ മുഹമ്മദ് സാറുടെ നമ്മൾ 11:30 ഉദ്ദേശിച്ചിട്ടുള്ള ചമ്പൽ കാടുകളിലുള്ള ആ കണ്ടെത്തലുകളെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടൊരു സെഷൻ നമുക്കുണ്ട്. അതുകൂടി ഇതിനോട് അനുബന്ധിച്ച് വരുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അത് കേൾക്കുവാൻ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അറിയാലോ, പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതികളും മറ്റൊക്കെ കൊണ്ട് ഈ സദസ്സിൽ ഗുരുതുല്യരായിട്ടുള്ള, അതായത് ഈ സദസ്സിൻ്റെ പ്രത്യേകത ഞാൻ അത് മനസ്സിനകത്ത് വിഭാവനം ചെയ്തപ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ സ്കൂൾ തലത്തിൽ മുതൽ ഒപ്പം പഠിച്ചിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, കോളേജ് തലത്തിലും മറ്റൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ട്, പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും മനസ്സിനകത്ത് ഗുരുസ്ഥാനീയ നിൽക്കുന്ന അധ്യാപകരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ റിസർച്ചിനകത്ത് എല്ലാ തരത്തിലുള്ള ഇതിൻ്റെ ഔട്ട്കം, ഇതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അതിൻ്റെ ഞാൻ മനസ്സിനകത്ത് ഉദ്ദേശിച്ചതിലും അപ്പുറമുള്ള പ്രാധാന്യമാണ് ഇതിനകത്ത് എന്ന് മനസ്സിലാക്കി തരികയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന എൻ്റെ ഗവേഷണത്തിനോടൊപ്പം നിന്നിട്ടുള്ള ശില്പകുമാർ സാറും ജനിമാഡും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സദസ്സിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, ശിക്ഷഗണങ്ങളുടെയും അടക്കം നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു മാനസിക അവസ്ഥ, ഞാനൊരു 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രാദേശിക ഈ ഗവേഷണ പ്രബന്ധമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയാൻ ഉദ്ദേശിച്ചതൊന്നും പറയാൻ സമയത്തിൻ്റെ പരിമിതികളുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. ഇതൊരു പ്രാദേശികമായിട്ടുള്ള ചരിത്ര പഠനത്തിനേക്കാളോ അപ്പുറമുള്ളൊരു പ്രാധാന്യം ഈ ഗ്രന്ഥത്തിനുണ്ട് എന്നുള്ളത് പറയുവാനായിട്ട്, അതൊരു അവകാശവാദമായിട്ടുള്ള രീതിയിലല്ല, ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കണം. ഇവിടെ നിന്ന് ഈ പറയുന്ന 10,000 BC അപ്പുറം മുതൽ 200 AD വരെയുള്ള കാലഘട്ടത്തിലുള്ള എല്ലാ ചരിത്ര പുരാവസ്തു തെളിവുകളും നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വിശദീകരിക്കുന്ന സമയത്ത്, അതിനെ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളിലാണ് പുതിയ സിദ്ധാന്തങ്ങളും തിയറികളും മറ്റുമൊക്കെ വരുന്നത്. അതിനകത്ത് വരുന്നതിൽ കേരളത്തിൻ്റെ ഈ 2500 വർഷത്തിന് ഇപ്പുറമുള്ള ചരിത്രത്തിനകത്തുള്ള ചേര രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ സിദ്ധാന്തങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പൊറേനാട് എന്ന് പറയുന്ന 300 AD വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള പൊറേനാട് ആസ്ഥാനം ഈ പ്രദേശങ്ങളിലുള്ള പാറപ്രദേശങ്ങളിൽ ഈ പറയുന്ന പുരാവസ്തു കണ്ടെത്തലുകളൊക്കെ സമന്വയിച്ചിട്ടുള്ള ഈ പ്രദേശങ്ങളാണ് എന്നുള്ള സിദ്ധാന്തം സംഘകാല കൃതികളെയും ഭൂമിശാസ്ത്ര വിശകലനത്തിനകത്ത് സംഘകാല കൃതികളിലും തമിഴിലുള്ള ക്ലാസിക്കൽ കൃതികളായിട്ടുള്ള സംഘകാല കൃതികളിൽ അകനാന്നൂറ്, പുറന്നാന്നൂറ്, മണിമേഖല, അതേപോലെ തന്നെ ചിലപ്പതികാരം തുടങ്ങിയിട്ടുള്ള സംഘകാലവും സംഘകാലാന്ത കൃതികളിൽ പറയുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥലനാമങ്ങൾ ഈ പ്രദേശങ്ങളുമായിട്ട് കാര്യമായിട്ട് സമന്വയിപ്പിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന അത്തരത്തിലുള്ളൊരു ജോഗ്രഫിക്കൽ അനാലിസിസ് ഇതുവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അത് സമന്വയിക്കുന്ന സമയത്ത് പൊറേനാടിൻ്റെ ക്യാപിറ്റലുകൾ ഈ പ്രദേശത്തെ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളത് വരുന്നുണ്ട്. അതുമാത്രമല്ല വഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് 8 മുതൽ 3-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലുള്ള വഞ്ചിയെക്കുറിച്ചിട്ടുള്ള ഉത്തരങ്ങളും കൃത്യമായിട്ടുണ്ടെന്നില്ല. ഞാൻ ഈ ചരിത്ര ഗവേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു, ശ്രീധരമേനോൻ സാറിനെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്തതിന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള തന്നെയുള്ള സ്ഥലം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് MGS നാരായണൻ സാറിനെയും രാഘവരി സാറിനെയും മറ്റുമൊക്കെ കാണുവാനും ഉള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആ ആംഗിളിൽ തന്നെ, അല്ലെങ്കിൽ മനസ്സിനകത്ത് ഉള്ള വിഭാവനം ചെയ്തിട്ടുള്ള ആ ആംഗിളിൽ തന്നെ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം ശ്രീധരമേനോൻ ഇന്ന് ഹിസ്റ്ററി ഓഫ് കേരള എന്ന ഗ്രന്ഥം എല്ലാ കലാലയങ്ങളിലും പഠിപ്പിക്കുന്ന ഇതിലൂടെയാണ്. അപ്പം അതിനകത്ത് ഈ വഞ്ചിയുടെ ക്യാപിറ്റലിലെ കൊടുങ്ങല്ലൂരെന്ന
മറ്റേ അതേപോലെ തന്നെ തമിഴ്നാട്ടുകാർ, കേരളത്തിലുള്ള ചിത്രകാർ വരുന്നത് പറയുന്നു, തമിഴ്നാട്ടുകാർ പറയുന്നു കരൂർ ആണെന്നുള്ളത്. പക്ഷേ ഇതിന് ഇടയ്ക്കാണ് സ്ഥാനം എന്ന് പറയുമ്പോൾ ആ ഇടയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ചുള്ള കാര്യമായിട്ടുള്ള ഗവേഷണങ്ങൾ ശരിക്കും പറഞ്ഞുണ്ടായിരുന്നില്ല. അപ്പോൾ ആ മേഖലകളിലേക്കാണ് നമ്മൾ ഈ പറയുന്ന സംഘകാല കൃതികളെ അടിസ്ഥാനമാക്കിയിട്ട് പുരാവസ്തു കണ്ടതിലെ അടിസ്ഥാനമാക്കി നോക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ജോഗ്രഫിക്കൽ സ്ഥലനാമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല 8-ാം നൂറ്റാണ്ട് അതിലൂടെ ശരിക്കും ഈ കേരളത്തിൻ്റെ പ്രാചീന ചരിത്രം, ആദിമ ചരിത്രം ഈ പ്രദേശത്തിലൂടെയാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും നമ്മളവിടെ സമന്വയിപ്പിച്ചിട്ടുണ്ട്. മലയാളം കൊല്ലവർഷം ആരംഭിച്ച ഇത് വെറും കൊല്ലന്മാരുടെ എന്നുള്ള അർത്ഥത്തില്ല, കൊല്ലം രാജധാനി നിലനിൽക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. 8 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ചോളന്മാരുടെ ആക്രമണത്തിൻ്റെ എല്ലാ ശിലാശാസ്ത്രങ്ങളും കൊല്ലം 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 എന്നുള്ളതിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും വളരെ ആധികാരികമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ മലയാളം കൊല്ലവർഷം ആരംഭിക്കുന്നതിനകത്ത് ആര്യഭടനടക്കമുള്ള ജ്യോതിഷ പണ്ഡിതന്മാരുടെ മറ്റേ സ്വാധീനങ്ങൾ വളരെ കൂടുതലാണ്. ആര്യഭടൻ ഇതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊക്കെ ചരിത്രപരമായിട്ട് വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടും കൂടുതൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താവുന്ന കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. ആര്യഭടൻ ചാമറവട്ടത്ത് എന്ന് പറയുമ്പോൾ, ചാമറവട്ടം പൊന്നാൻ നമ്മുടെ ഭാരതപ്പുഴ അവസാനിക്കുന്ന ഭാഗങ്ങളിലുള്ള ആര്യഭടൻ അടക്കമുള്ള മറ്റേ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരും മാത്തമാറ്റീഷ്യൻസും മറ്റുമൊക്കെ ഈ പാലക്കാടിൻ്റെ ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ തന്നെയാണ് വസിച്ചിട്ടുള്ളത് എന്നുള്ളതും അതിൻ്റെയൊക്കെ സ്വാധീനഫലമായിട്ടാണ് നമ്മുടെ മലയാളം കൊല്ലവർഷം ആരംഭത്തിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളതും. അപ്പോൾ അതും വളരെ സവിസ്തരം മറ്റൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേ മാമാങ്കത്തിനകത്തും അതിനും എപ്പോഴൊക്കെയാണ് മലപ്പുറം ജില്ലയൊക്കെ ഇതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ പാലക്കാടിൻ്റെ ഭാഗങ്ങൾ തന്നെയായിരുന്നു. ഇതിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള അതിർത്തി എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ പഴനിയുടെ ഇപ്പുറം വരെയുള്ള ഭാഗങ്ങൾ വരെയൊക്കെ ചില കണ്ടെത്തലുകളും മറ്റൊക്കെ വരുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും കടക്കുന്നില്ല. ഒരു ഒരു പ്രദേശത്തിൻ്റെ ചുരുങ്ങിയൊരു പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കാൾ ഉപരിയായിട്ട് ഇത് കേരള ചരിത്രത്തിനകത്ത് ഉത്തരം കിട്ടാത്ത പല തമസികൾക്കും ഉള്ള ഒരു ഉത്തരം എന്നുള്ള, അതായത് അതിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയിട്ടാണ് ഈ ഗ്രന്ഥമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ട് ആഴത്തിൽ ഒന്ന് വായിക്കുക, മനസ്സിലാക്കുക. ഗവേഷണ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതിലും എന്താ പറയുക, കുട്ടികളുണ്ട്, ചരിത്ര വിദ്യാർത്ഥികളെല്ലാവരും വളരെ ഇതായിട്ടുള്ളവർ തന്നെയാണ്. നമ്മളെക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെക്കാൾ ഉപരിയായിട്ട് മനസ്സിലാക്കിയുള്ളവരായതുകൊണ്ടുള്ള ശിവകുമാർ സാറൊക്കെ തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവിടെ ഈ പ്രകാശക്രമത്തിനായിട്ട് വന്നു എന്ന് പറയുമ്പോൾ, HOD-മാരായിട്ട് വന്നു എന്ന് പറയുമ്പോൾ, കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ചരിത്ര പാണ്ഡിത്യമുള്ളവർ ഇതിനകത്ത് വന്നു എന്ന് പറയുന്നത് വളരെ എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും എത്ര ചാരിതാർത്ഥത്തോടെ ഓർത്തു കഴിഞ്ഞാലും മതിയാവില്ല എന്ന് ഓർമ്മിക്കണം. അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ഞാൻ നന്ദി പ്രസംഗമല്ല എന്നാലും പറയാൻ നിവൃത്തിയില്ല. ഞാൻ ഇവിടെ കാലടിയിൽ നിന്നുള്ള വൈസ് ചാൻസലർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കാലടി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുള്ള മറ്റൊക്കെ ഞാൻ കാലടി ആദ്യത്തെ അവിടെ യൂണിവേഴ്സിറ്റി അധ്യാപകനായിട്ട് 97 മറ്റൊക്കെ കിടന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. ഒക്ടോബർ 19 ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും ഇന്ന് ഒക്ടോബർ 18 ഇതൊക്കെ എല്ലാവരും നിമിത്തം പോലെയൊക്കെയാണ് വരുന്നത്. കാലടി വൈസ് ചാൻസലറുടെ മുമ്പിൽ വെച്ചത് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചടങ്ങിനകത്ത് പങ്കെടുക്കുവാനും അവരുടെയും കൂടി ഒരു പ്രസൻസ് കൊണ്ട് ഈ വേദി ധന്യമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അധികമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഈ പ്രകാശന ചടങ്ങിനകത്ത് ശശികുമാർ സാറും ഒക്കെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എന്താ ഇതിനകത്തുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഒരുപാട് തരത്തിലുള്ള വേദികൾ നമുക്ക് സംഘടിപ്പിക്കണം, കൂട്ടായ്മകൾ നമുക്ക് വേണം. ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിളംബരങ്ങൾ നമ്മൾക്ക് മൊത്തത്തിൽ പോകുന്ന രീതിയിലേക്കും മറ്റുമൊക്കെ മാറണം. അതേപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് അവതാരിക എഴുതുവാനായിട്ട് സാറ് സമ്മതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും അങ്ങോട്ട് എനിക്കൊക്കെ ഈ പ്രധാനപ്പെട്ട ചത്തുകാരന്മാരെ അങ്ങോട്ട് വിളിക്കാൻ തന്നെ ഒരു മടിയും മറ്റൊക്കെ ഉള്ളൊരു ബഹുമാനം കൊണ്ടും ഇതുകൊണ്ടും മറ്റൊക്കെ ആയിരുന്നു. മുഹമ്മദ് സാർ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ദൂരദർശനിലും മറ്റൊക്കെ ഈ പ്രോഗ്രാമുകളും മറ്റൊക്കെ വന്ന സമയത്ത് ഈ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലേഖനങ്ങളൊക്കെ പലതിലും ചെയ്തിട്ടുണ്ടായിരുന്നു. KK മുഹമ്മദ് സാറിൻ്റെ സംഭാവനകൾ എന്ന് പറഞ്ഞാൽ അയോധ്യയിൽ എക്സിബിഷൻ നടത്തിയപ്പോൾ അവിടെ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തെ ചമ്പൽക്കാടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോഴപ്പോൾ അവിടെയാണ് കൊള്ളക്കാരുടെ സഹായത്തോടുകൂടി തകർക്കപ്പെട്ട സംസ്കൃതിയെ കണ്ടെത്തുകയും അത് യുനെസ്കോയുടെയും മറ്റൊക്കെ സഹായത്തോടു കൂടിയിട്ട് പുനരുദ്ധീകരിക്കുന്ന പ്രവർത്തനത്തിലേക്ക് അത്ര വലിയ വലിയ മഹാരഥന്മാരൊക്കെയാണ്. എനിക്ക് ഈ ഗവേഷണത്തിൻ്റെ വിവിധ ഘട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശവും ഈ പറയുന്ന ചമ്പൽക്കാടുകളിലുള്ള പുനരുദ്ധീകരിക്കപ്പെട്ടുള്ള മാതൃകയിലേക്ക് നമ്മുടെ ഇവിടുത്തെ സംസ്കൃതി പുനഃസ്ഥാപിക്കണം എന്നുള്ളതൊക്കെ പത്രവാർത്തകളിലും മറ്റൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിൽ കൊടുക്കും മറ്റൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സാറ് എന്നെ വിളിച്ചിട്ടാണ് ഇതിൻ്റെ പ്രസക്തിയും
പ്രാധാന്യത്തെയും മറ്റൊക്കെ കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് അഭിനന്ദന സന്ദേശങ്ങളും മറ്റൊക്കെ പറഞ്ഞ സമയത്താണ് ഞാൻ സാറിൻ്റെ അടുത്ത് ഈ പ്രകാശന കർമ്മത്തിലേക്ക് വരണം എന്ന റിക്വസ്റ്റ് കൊടുത്തപ്പോൾ സാർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവതാരിക എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതുമാത്രമല്ല ഈ സാന്നിധ്യം കൊണ്ട് ഇതിനെ ധന്യമാക്കി തീർത്തിട്ടുള്ള അതൊരു ചരിത്ര മുഹൂർത്തമാക്കി മാറ്റുവാൻ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും എൻ്റേതായിട്ടുള്ള ഇതിലുള്ള കടപ്പാടും കൃതജ്ഞതയും ഗ്രന്ഥകാരൻ എന്നുള്ള തലത്തിൽ പറയുന്നു. അതേപോലെ തന്നെ ശശികുമാർ സാറൊക്കെ കോളേജിനകത്ത് എന്നെ ഞാനാക്കി മാറ്റുന്നതിൽ സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടതൊക്കെയാണ്. അപ്പോൾ ഞാൻ നന്ദിയുടെ രൂപത്തിലല്ല പറയുന്നത്. എന്തായാലും ഈ ബുക്കിൻ്റെ പ്രാധാന്യങ്ങളിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ പ്രതിപാദിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ മാത്രം എന്നുള്ളതല്ല, ഇത് കേരളത്തിൻ്റെ കൂടി അറിയപ്പെടാത്ത ചരിത്രങ്ങളിലും അറിയപ്പെടാത്ത ഭാഗങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളതായതുകൊണ്ട് എല്ലാവരും വാങ്ങുകയും അതേപോലെ വായിക്കുകയും ചെയ്യണം. സാറിൻ്റെ സെഷനും ഉണ്ട്. ഇവിടെ എല്ലാവർക്കും സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ സെഷനും പ്രധാനപ്പെട്ട സെഷനാണ്. അതെല്ലാം കേൾക്കുന്നത് വരെ ഇരിക്കണം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള കൃതജ്ഞതയും കടപ്പാടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you so much, sir.